ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് കാർഡ്ബോർഡ് നോക്കി യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നിങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിന്നിൻ്റെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചൊരു സ്റ്റീലിൻ്റെ വലിയ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പായിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് ചെറിയൊരു സൈസിലല്ല, കുറച്ചൊരു വലിയൊരു സൈസിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ സ്ട്രിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്ന് ഞാനിങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഓരോ സ്ട്രിപ്പും ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മളൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ സൈസിലുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം തന്നെ കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നേരായിട്ടൊന്നിങ്ങനെ ഒരു ലൈന് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒട്ടിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൻ്റെ പകുതി അളവിൽ വരുന്ന രീതിയിൽ ഒരു പീസ് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ വേറൊരു പീസ്, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബ്രിക്സിൻ്റെ ഒരു പാറ്റേണിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ പുറത്തുള്ള മതിലൊക്കെ കാണാമല്ലോ, ഒരു ബ്രിക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഈ പീസസ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം ഒരേ സൈസിലുള്ളത് ഒട്ടിച്ചു കൊടുക്കുക, നടുക്ക് ഭാഗത്തൊക്കെ. പിന്നെ ആ ഒരു സൈഡ്സിലേക്കൊക്കെ നമുക്ക് ചെറിയൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഏകദേശം വൃത്തിയാകുന്ന രീതിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാൻ, നല്ലൊരു പാറ്റേൺ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വാൾ ഡെക്കേഴ്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇതൊന്നിങ്ങനെ ഇളകിയൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രിക്കിലേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രിക്സിൽ മാത്രമല്ല കേട്ടോ, ആ ഒരു സൈഡിലും ഗ്യാപ്പിലൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. കുറേ കൈയും അങ്ങനെ ഇളകി പോവാതിരിക്കാനും അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡ്സിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ന്യൂസ് പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന പീസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു പീസസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊക്കെ അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ഡ്രൈ ആവണം. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിതിൽ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനാമൽ പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ കളർ നിങ്ങൾക്ക് ബ്ലാക്ക് യൂസ് ചെയ്ത് വേറെ കളറൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ പഴമാണ് കേട്ടോ. ഈ പഴത്തിൻ്റെ തൊലിയാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പം ഈ ഒരു പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് നമ്മൾ കുറേ ക്രാഫ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിതിങ്ങനെ ഒരുപാട് ഇങ്ങനെ മടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ. കാരണം അതിങ്ങനെ ചീത്തയായി പോകുമോ എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഒന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തു കേട്ടോ. നമ്മളിതിൻ്റെ തൊലി ഇങ്ങനെ കീറി പോവാതെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വലിയ പഴത്തിൻ്റെതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. റോബസ്റ്റ പഴത്തിൻ്റെതും വലിയ പഴത്തിൻ്റെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞി പഴത്തിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും, കാരണം ഭയങ്കര തിന്നായിട്ടുള്ള ടൈപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിത് കുറച്ചധികം എടുത്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഇത് ഭയങ്കര ബ്ലാക്ക് കളറായിട്ടൊരു ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും, കുറേ ഇങ്ങനെ ഒരുപാടൊക്കെ ഇങ്ങനെ ചുരുണ്ടൊക്കെ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അതിൽ നിന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു വലിയ വീതിയുള്ള ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിന്നിങ്ങനെ സൈഡിൽ ചുരുണ്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊരു പെറ്റലിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ സൈസിലും പിന്നെ നല്ല നീറ്റായിട്ടൊന്നും കിട്ടില്ല. ഏകദേശം ഞാൻ കുറച്ചൊക്കെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുറച്ച് അങ്ങനെ തന്നെ ഒന്നിങ്ങനെ കുറച്ചും കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പിലാക്കിയിട്ട് ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മളിത് പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഓറഞ്ച് കളർ അടിച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ ബാക്ക് സൈഡിൽ പെയിൻറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലുള്ളതെല്ലാം ഓറഞ്ച് കളറും, പിന്നെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ച് ചുരുണ്ടിരിക്കുന്നത്, അപ്പോൾ അത് ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. റെഡ് കളർ, യെല്ലോ കളർ, പിങ്ക് ഒക്കെ വേണമെങ്കിൽ ഫ്ലവേഴ്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു 2 കളർ യൂസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെ ആ ഒരു മേലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ ഒരു നാര് പോലുള്ള, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു തൊലിയൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു നടുക്കുള്ള ഭാഗം മാത്രം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴെയുള്ള ഒരു കമ്പുണ്ടല്ലോ, അപ്പോൾ അതും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 2 റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്കിൻ്റെ ബാക്ക് കവർ അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് 2 റൗണ്ട് ഷേപ്പ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ പെറ്റൽസൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഒട്ടിക്കേണ്ടത് കുറച്ചൊരു വലിയൊരു പീസ് നോക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു റൗണ്ട് ഷേപ്പായിട്ട് ഒരു ഫ്ലവറിനെ പോലെ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു ടൈപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഇങ്ങനെ ചുരുണ്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, കാരണം ചെറിയ പഴത്തിൻ്റെതായത് നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട്. നമ്മൾ വലിയ പഴത്തിൻ്റെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, കുറച്ച് വീതിയുള്ള പെറ്റലായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഞാൻ 2 ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയുടെ അതുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിനെ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഒരു 4 കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് വേറെ ചെറിയൊരു കുഞ്ഞു ഫ്ലവർ പോലെ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്ത സമയത്താണ് ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടാവാം. ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു 2 മാസത്തോളമായി. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് കേട് വരുമോ അല്ലെങ്കിൽ പൂപ്പിലൊക്കെ വരുമോ നോക്കിയിട്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചുരുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വാൾ ഡെക്കറിലേക്ക് നമുക്കിതൊക്കെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ ആദ്യം അതിൻ്റെ നടുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ ആ ഒരു പെറ്റൽസിലും കൂടെ കുറച്ചൊന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ കുറച്ച് ചുളിഞ്ഞിരിക്കുന്നതൊക്കെ ഉണ്ടാകും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഏകദേശം ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഒരു 3-4 പെറ്റൽസ് കൂടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെളുത്തുള്ളിയുടെ അതൊന്നിങ്ങനെ അതിൻ്റെ സൈഡിലായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് പെറ്റൽസ് കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിത് കുറച്ച് മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഒരു 4-5 പെറ്റല നമ്മളെ കയ്യിലുള്ള, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സൈഡിൽ ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 ഫ്ലവർ ഒന്ന് റെഡിയാക്കിയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ലീവ്സും അതുപോലെ സ്റ്റെമ്മൊക്കെ അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, റോൾ ഉണ്ടായിരുന്നു, ത്രെഡ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള. അപ്പോൾ അത് ഞാനിന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റെമ്മിന് പകരം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരത്തെ ഇങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ലീഫായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാടങ്ങ് ലീഫിനെ പോലെ തോന്നില്ല, കാരണം ഭയങ്കര തിന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങനെ ഏകദേശം അത് കുറച്ച് ഭാഗത്തൊക്കെ അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു വീതിയിൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ലീഫും ഇത്രയും ഒട്ടിച്ചു കൊടുത്തിട്ടും നമുക്കിങ്ങനെ ആ ഒരു വാൾ ഡെക്കറിലേക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഒരുപാടങ്ങ് ഇല്ലാത്ത പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ഡെക്കറേഷൻസ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴയ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഇങ്ങനെ കുറച്ച് ലീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ടൈപ്പ് ഇതിലേക്ക് മാച്ച് ആവുന്നുണ്ട്, ഒരു ഡാർക്ക് ഗ്രീൻ അത്രയ്ക്ക് അങ്ങ് ചേരുന്നില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു 1-2 ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ബ്ലാക്കിലേക്ക് നല്ലൊരു അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് പകരം പഴത്തിൻ്റെ തൊലി തന്നെ കുറച്ചൊരു വലിയൊരു പീസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലീഫ് പോലെ ആക്കിയിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ചെയ്തിട്ടുള്ള ഫ്ലവറും ലീഫും മാത്രം വെച്ചിട്ടാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ടിരിക്കും ചെയ്യണം, ഒരുപാട് ഭാഗം ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഉള്ളത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ കുറച്ച് ഫ്ലവറിൻ്റെ ബഞ്ചസും അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കുറേ പഴയതാണ്, കുറേ ആയിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഞാൻ ഓരോ ക്രാഫ്റ്റിൽ ഇങ്ങനെ കുറേശ്ശായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു കളർ തന്നെ മാച്ച് ആവുന്നുണ്ട്, ആ ഒരു ഗ്രീൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അങ്ങനെ നമ്മൾ ഈ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒട്ടിച്ചെടുത്തപ്പോൾ നല്ലൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിൽ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗത്തൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്രൗൺ ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു വെളുത്തുള്ളിയുടെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിനും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആ ഒരു കളർ മാത്രമേ ഇപ്പോൾ അത്ര ഒരു അട്രാക്ഷൻ കിട്ടുന്നില്ല, കാരണം ഓറഞ്ച് കളറും ലൈറ്റ് ബ്രൗണും കൂടെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാനിവിടെ യെല്ലോ കളർ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് ആ ഒരു ലീഫിലേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അതിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് മാച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ കോപ്പർ കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റ് ആയിട്ടോ, ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു വാൾ ഡെക്കർ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരു ആൻറ്റിക് ടച്ചൊക്കെ കൊടുത്ത സമയത്ത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ നമ്മൾ ഈ പഴത്തിൻ്റെ തൊലി യൂസ് ചെയ്താണെന്ന് തോന്നുകയില്ല കേട്ടോ. നമ്മളിങ്ങനെ ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ആദ്യം ആ ഒരു ഫ്ലവേഴ്സ് മാത്രം വെച്ച് കൊടുത്തപ്പോൾ അത്രക്കൊരു ഭംഗിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ആ ഒരു ലീവ്സും ഒക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ ആ ഒരു വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡ് ഇങ്ങനെ ചുറ്റും ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് നല്ലൊരു കിടിലൻ വാൾ ഡെക്കറാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കഴിഞ്ഞ ദിവസം ഇയർബഡ്സ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാൾ ഡെക്കർ ആയിരുന്നു. അപ്പോൾ 1-2 പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ടിലാട്ട് മാത്രം ചെയ്യല്ലേ ചേച്ചി വാൾ ഡെക്കർ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല, പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.